ചേന്ദമംഗലം കൂട്ടക്കൊലപാതകത്തിൽ പോലീസ് ഇന്ന് കസ്റ്റഡി അപേക്ഷ സമർപ്പിക്കും. കസ്റ്റഡിയിൽ ലഭിച്ച ശേഷം തെളിവെടുപ്പ് നടത്താനാണ് തീരുമാനം. 5 ദിവസത്തേക്കാണ് ഋതുവിനെ കസ്റ്റഡിയിൽ വാങ്ങാനുള്ള അപേക്ഷ നൽകുക. വിവരങ്ങളുമായി സഹിൻ ആന്റണിയാണ് ചേരുന്നത്. സഹിൻ, ഋതുവിന് വേണ്ടിയിട്ടുള്ള കസ്റ്റഡി അപേക്ഷ നൽകിയാണ്. അതിനു മുന്നേ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നിലനിൽക്കുന്നത്. ഋതുവിനെതിരെ നിരന്തരമായിട്ടുള്ള പരാതി ഉണ്ടായിരുന്നു. ആ നാട്ടിൽ ഒട്ടുമിക്ക ആളുകളും ഋതുവിനെതിരെ പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്. പോലീസ് പലപ്പോഴും ഈ പരാതി അവഗണിച്ചു, അല്ലെങ്കിൽ ഒരു കോംപ്രമൈസ് ചെയ്ത് വിട്ടു എന്നുള്ളതാണ്. അതിൻ്റെ പ്രധാനമായിട്ടും അവർ ഉന്നയിച്ചൊരു കാരണം എന്ന് പറയുന്നത് ഇദ്ദേഹത്തിന് മാനസികമായ ചില പ്രശ്നങ്ങളുണ്ട് എന്നുള്ളതുകൊണ്ടാണ്. ഇത്രയധികം ആളുകൾ പരാതി പറയുമ്പോൾ ഒന്നുകിൽ ഈ മാനസിക പ്രശ്നമുള്ള ഒരാളെ ഒരു മാനസികാരോഗ്യ കേന്ദ്രത്തിലേക്ക് ആക്കാനുള്ള നടപടിയെങ്കിലും മിനിമം പോലീസ് ചെയ്യേണ്ടിയിരുന്നതല്ലേ? അങ്ങനെയായിരുന്നെങ്കിൽ ഈ ഒരു സംഭവം നടക്കില്ലായിരുന്നു. അപ്പോൾ പോലീസിൻ്റെ ഭാഗത്തു നിന്നും ഒരു വീഴ്ച സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളത് പ്രകടമായ സത്യമാണ്. ഗുരുതരമായ വീഴ്ചയാണ്, ചെറിയ വീഴ്ചയല്ല, ഗുരുതരമായ വീഴ്ചയാണ് പോലീസിൻ്റെ ഭാഗത്തു നിന്നും സംഭവിച്ചിരിക്കുന്നത്. അതായത് ഋതു എന്ന് പറയുന്ന ഒരാൾ വലിയ അപകടകാരിയാണെന്ന് നാട്ടുകാരിൽ ഭൂരിഭാഗം ആളുകളും പരാതി നൽകിയിരുന്നു. മാത്രമല്ല, ഇയാളെ ലഹരി ഉപയോഗിച്ചുകൊണ്ട് രാത്രി ഇയാൾക്ക് ഉറക്കമില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രത്യേകത നിറഞ്ഞൊരു കാര്യം. രാത്രി കാലങ്ങളിൽ ഇയാൾക്ക് ഉറങ്ങാതെ വീടുകളുടെ മതിലിൽ കൂടി കയറി അവരുടെ ടെറസിൽ പോയി മറ്റു വീടുകളിലേക്ക് ഒളിഞ്ഞു നോക്കുക, അതുപോലെ തന്നെ സ്ത്രീകളെ ഉപദ്രവിക്കാൻ ശ്രമിക്കുക. ഇതൊക്കെ ഇയാളുടെ ഒരു വൈകല്യമായിരുന്നു. ഈ വൈകല്യമുള്ള ഒരു മനുഷ്യനെതിരെ സ്ത്രീകളടക്കമുള്ളവർ നിരവധി പരാതികൾ നൽകിയിട്ടുണ്ട്. മാത്രമല്ല, ആളുകൾ ഫോൺ ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകളുടെ ഫോൺ തട്ടിപ്പറിക്കുക, അങ്ങനെ ഏതെല്ലാം രീതിയിൽ മനുഷ്യരെ ഉപദ്രവിക്കാൻ കഴിയുമോ ആ രീതിയിലെല്ലാം ഉപദ്രവിക്കുകയും ഒപ്പം തന്നെ ഇദ്ദേഹം അസുഖബാധിതനാണ് എന്നുള്ളൊരു ലേബൽ ഇങ്ങനെ പൊക്കിപ്പിടിച്ച് മുന്നോട്ട് നടക്കുകയും ചെയ്യും. എന്നാലോ ഇയാൾ ആവശ്യത്തിന് ജോലിക്ക് പോകുന്നുണ്ട്, ജോലി എടുക്കുന്നുണ്ട്. മറ്റുള്ളവരെ ഉപദ്രവിക്കുമ്പോൾ മാത്രമാണ് ഇയാൾ ഈ രോഗവിവരങ്ങളെക്കുറിച്ചും അല്ലെങ്കിൽ ഇയാൾ ഒരു രോഗിയാണെന്നുള്ള ഒരു കാര്യത്തെക്കുറിച്ച് പറഞ്ഞിരുന്നത്. പോലീസിന് ചെയ്യാവുന്ന കുറച്ച് കാര്യങ്ങളുണ്ടായിരുന്നു. ഇയാൾ റൗഡി ലിസ്റ്റിൽപ്പെട്ടിരുന്ന ഒരാളാണ്. സ്വാഭാവികമായും ഇയാളെ നാട് കടത്താനോ അല്ലെങ്കിൽ ഇയാളെ മറ്റ് ഇടങ്ങളിലേക്ക് മാറ്റാനോ വേണ്ട നടപടികൾ ചെയ്യാമായിരുന്നു. ഇതൊന്നും പോലീസ് ചെയ്തിട്ടില്ല. മറ്റൊന്ന്, ലാല് നേരത്തെ സൂചിപ്പിച്ചതുപോലെ മാനസികാരോഗ്യ കേന്ദ്രത്തിൽ ഇയാളെ പ്രവേശിപ്പിക്കുക. ഇയാൾ മലബാർ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള ഒരു മാനസികാരോഗ്യ കേന്ദ്രത്തിൽ ചികിത്സ തേടിയിരുന്നു എന്ന് പറയുന്നുണ്ട്. പക്ഷേ അത് എങ്ങോട്ടാണ് അതിൻ്റെ പോക്ക്? കാരണം നിരന്തരം ഇയാൾ പരാതികൾ ഉണ്ടാക്കുന്നുണ്ട്. ആ വീട്ടിൽ തന്നെ ഇപ്പോൾ ഈ കൊലപാതകം നടന്ന അല്ലെങ്കിൽ കൊല ചെയ്യപ്പെട്ട വ്യക്തികളുമായി നിരന്തരം ഇയാൾ തല്ലുപിടുത്തത്തിൽ ഉണ്ടായിരുന്നു. അവരുടെ ഗേറ്റ് തകർത്തിരുന്നു. ഈ ഋതുവിനെ ഭയന്ന് തന്നെ ആ വീട്ടിൽ CCTV ക്യാമറകൾ വെക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. മാത്രമല്ല, തൊട്ട് അയൽവക്കത്തുള്ള സ്ത്രീകൾ ഇയാൾക്കെതിരെ പരാതികൾ പറഞ്ഞിരുന്നു. എന്നിട്ട് പോലും പോലീസ് ഇതിൽ കൃത്യമായ ഒരു നടപടി എടുത്തില്ല എന്നുള്ളതാണ് ശ്രദ്ധേയമായിട്ടുള്ളൊരു കാര്യം. മറ്റൊന്ന്, ഈ ഋതുവിനെ ഇന്നലെ പോലീസിൻ്റെ റിമാൻഡിൽ വിട്ടപ്പോൾ ജനങ്ങൾ അക്രമാസക്തരാകുന്ന ഒരു സംഭവം ഉണ്ടായി. അത് ജനങ്ങൾ അവരുടെ രോഷം പ്രകടിപ്പിച്ചു എന്നുള്ളതാണ്. ഇയാളെ ഇനി കസ്റ്റഡിയിൽ വാങ്ങാൻ പോലീസ് തീരുമാനിച്ചിരിക്കുകയാണ്. 5 ദിവസത്തേക്കാണ് ഈ പ്രതിയെ പോലീസ് കസ്റ്റഡിയിൽ വാങ്ങുക. ഇയാളെ എത്തിച്ച് തെളിവെടുക്കേണ്ടതുണ്ട്. മാത്രമല്ല, മുൻകൂട്ടി നേരത്തെ സൂചിപ്പിക്കുന്നത് പോലെ തന്നെ ഇയാൾ കൊല നടത്തുക എന്നുള്ളൊരു ഉദ്ദേശത്തോടു കൂടി തന്നെ മുന്നോട്ട് വന്നൊരു ആളാണ്. കാരണം അതിനായ ആയുധം 5 or 6 ദിവസം ഒളിപ്പിച്ചു വെച്ചു ആ വീടിന് സമീപത്ത്. ആ വീട്ടിൽ നിന്ന് ആരിറങ്ങിയാലും അവരെ ആക്രമിക്കുന്നതിന് വേണ്ടി തയ്യാറായിരുന്നു. അങ്ങനെയുള്ള ഒരാളെ എത്തിച്ച് തെളിവെടുക്കേണ്ട ഒരു സാഹചര്യം കൂടി നിലനിൽക്കുകയാണ്. എന്തായാലും ഇന്ന് സ്വാഭാവികമായിട്ടും നാടിന്റെ ഒരു പൊതുശല്യമായി മാറിയ ഒരാളായിരുന്നു ഋതു എന്ന് പറയുന്ന ആൾ. അയാൾക്ക് മാനസികമായിട്ടുള്ള വലിയ പ്രശ്നങ്ങളുണ്ട് എന്നൊക്കെ പറയുന്നു. സർട്ടിഫിക്കറ്റ് ഉള്ള മനോരോഗിയാണ് എന്നൊക്കെ പറയുന്നു. എന്നിരുന്നാൽ പോലും പോലീസ് സ്വാഭാവികമായിട്ടും കസ്റ്റഡി ലഭിക്കുന്ന സമയത്ത് ഇയാളുടെ മാനസിക ആരോഗ്യനില പരിശോധിക്കാൻ വേണ്ടിയിട്ടുള്ള നടപടികളിലേക്ക് കൂടി കടക്കുന്നുണ്ടോ? മാനസികാരോഗ്യ നിലയൊക്കെ പോലീസ് ഇന്നലെ പരിശോധിച്ചിരുന്നു. പക്ഷേ ഇന്നലെ ഋതു ഈ കൊലപാതകം നടത്തിയത് ഇയാൾ ഒരു മാനസിക പ്രശ്നവും ഇയാൾക്ക് ഇല്ലായിരുന്നു എന്നുള്ളതാണ് പോലീസിൻ്റെ കണ്ടെത്തൽ. മറ്റൊന്ന്, ഇയാൾ ലഹരി ഉപയോഗിച്ചിരുന്നില്ല. ലഹരി ാതിരുന്നത് മാത്രമല്ല, ഇതിൽ ഭയപ്പെടുത്തുന്ന ഒരു കാര്യം, ഇയാൾ ഈ കൊല നടത്തിയതിന് ശേഷം മണിക്കൂറുകൾ കഴിയുമ്പോൾ സ്വാഭാവികമായും മനുഷ്യർ എന്നുള്ള നിലയിൽ അവനൊരു കുറ്റബോധം വരാറുണ്ട് എല്ലാ മനുഷ്യർക്കും. പക്ഷേ ഈ ഋതുവിന് അത്തരത്തിലുള്ള ഒരു കുറ്റബോധവുമില്ല. അയാൾ ഇത് ചെയ്തത് വലിയ മഹത്വം നിറഞ്ഞ കാര്യമാണ് എന്നുള്ള നിലയിൽ തന്നെയാണ് അയാളുടെ സമീപനം. അത് തന്നെയാണ് ഭയപ്പെടുത്തുന്നത്. അത് തന്നെയാണ് ഇയാളെ സൂക്ഷിക്കേണ്ടിയിരുന്ന ക്രിമിനലാണ്. ഇയാളെ ഋതുവിനെ കസ്റ്റഡിയിൽ വാങ്ങി തുടർ നടപടികൾക്കുള്ള തയ്യാറെടുപ്പിലാണ് സംസ്ഥാന പോലീസ്. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കസ്റ്റഡി അപേക്ഷ ഇന്ന് സമർപ്പിക്കും. സഹീൻ ആന്റണിയാണ് ഈ വാർത്തയുടെ വിശദാംശങ്ങൾ നമ്മോട് പങ്കുവച്ചത്.